Hello students, in the last class we completed the introduction part. Now let's move to the chapter. Letters from mothers. This affidavit is being submitted on behalf of the tens of thousands of victims who are in the throes of internal misery due to the deadly disease sown by the poison fent endosulfan. The more than thousands of souls we have met with untimely death in the past 2 decades, and the ill-fated, wretched, helpless, and chronically ill half children who are dying day by day, trapped between life and death. Sir, we invite the attention of Supreme Court to a news item which appeared in the Madhubhumi Daily of May 9th, 2011 with the headline, Newborn infant of endosulfan afflicted family dies. The child who died was born to... Okay, now let's explain. This affidavit is being submitted on behalf of the tens of thousands of victims who are in the throes of internal misery due to the deadly disease sown by the poison fent endosulfan. This affidavit, ഈ ഒരു നിവേദനം അല്ലേ, 10,000-കണക്കിന് എൻഡോസൾഫാൻ അടിമപ്പെട്ട ഇരകൾക്ക് വേണ്ടി, തൗസൻഡ്സ് ഓഫ് വിക്ടിം, ദിസ് അഫിഡവിറ്റ്, ഈ ഒരു നിവേദനം സബ്മിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് വിക്ടിംസ് ഹു ആർ ഇൻ ദ ത്രോസ് ഓഫ് ഇന്റേണൽ മിസറി ഡ്യൂ ടു ദ ഡെഡ്ലി ഡിസീസ് ത്രോൺ ബൈ ദ പോയ്സൺ എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ എന്ന ആ ഒരു പോയ്സൺ ഇരയായി കഴിഞ്ഞ അതിന് അടിമപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുന്നത്. The more than thousands of souls who have met with untimely deaths in the past 2 decades, and the ill-fated, wretched, helpless, and chronically ill half children who are dying day by day. ദിവസം തോറും എത്രയോ കുട്ടികൾ അല്ലേ ഹാഫ് ചിൽഡ്രൻ ആയിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും എന്നാണ് പറയുന്നത്. അപ്പോൾ മോർ ദാൻ തൗസൻഡ്സ് ഓഫ് സോൾസിലെ മരിച്ച ആയിരക്കണക്കിന്, ആ ഒരു എൻഡോസൾഫാൻ അടിമപ്പെട്ട് മരിച്ചുപോയ ആയിരക്കണക്കിന് ആത്മാക്കൾക്ക് വേണ്ടിയും നിസ്സഹായരായി അസുഖം പിടിച്ച കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്കൊക്കെ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുന്നത്. വളരെ കുറേ ആളുകൾ മരണത്തിനടിമപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇൽഫേറ്റഡ്, റച്ചഡ്, ഹെൽപ്ലെസ്, നിസ്സഹായരായി പോയിട്ടുണ്ട്. ഹാഫ് ചിൽഡ്രൻ ഹു ആർ ഡൈങ് ഡേ ബൈ ഡേ അല്ലേ. ഹാഫ് ചിൽഡ്രൻ പറഞ്ഞാൽ വികലാംഗരായിട്ടുണ്ടായ കുറേ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത്രയും എൻഡോസൾഫാൻ ഇരയായ അവരെ കുറിച്ച് പറയുന്നത് ട്രാപ്പ്ഡ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. അവർ ലൈഫിനും മരണത്തിനും ഇടയിൽ ട്രാപ്പായിപ്പോയി അല്ലേ. ജീവിതമാണ് നമ്മൾ പറയാറുണ്ട്, ദുരിതത്തിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന് പറയാറുണ്ട് അല്ലേ. അവർ ജീവിച്ച് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇവർ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ എന്താ പറയുക, പകുതി ജീവൻ പോയതും പകുതി ജീവൻ ഉള്ളതുമായ അവസ്ഥയിൽ ജീവിക്കുന്നത് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൈകാലുകളില്ലാത്തവർ അല്ലേ. കൈകാലില്ലാത്തവർക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാവും ജീവിക്കാൻ. പക്ഷെ അതുപോലെയാണോ കണ്ണുകൾക്കും മുഖത്തിനും അല്ലെങ്കിൽ മൂക്ക്, തല എന്നിവയ്ക്കൊക്കെ വൈകല്യം സംഭവിച്ചത്? വലിയ തല, ബാക്കി ബോഡിയൊക്കെ ആ ഒരു നല്ലൊരു പ്രപ്പോർഷനിൽ, തല മാത്രം വലുത്. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് ആളുകളുടെ ഇടയിലേക്ക് ആ ഒരു അവസ്ഥയിൽ പോവാൻ പോലും നമുക്ക് മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു അഫിഡവിറ്റ്, ഈ ഒരു നിവേദനം സമർപ്പിക്കുന്നത്. സർ, വി ഇൻവൈറ്റ് ദ അറ്റൻഷൻ ഓഫ് സുപ്രീം കോർട്ട്. എന്നിട്ട് ആ ഒരു ലെറ്ററിൽ എഴുതാണ്, സാർ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു, ക്ഷണിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ, സുപ്രീം കോർട്ട്, to the news item which appeared in the Madhubhumi Daily of May 9th, 2011 with the headline,
അപ്പോൾ പറയാണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശ്രദ്ധ മെയ് 9 വന്ന ഒരു പേപ്പർ കട്ടിങ്ങിലേക്ക്. ഏത് പേപ്പർ കട്ടിങ്ങാ? മാതൃഭൂമി ഡെയിലി ന്യൂസിൽ 9th മേയിൽ 2011 9th മേയിൽ വന്ന ഒരു പേപ്പർ കട്ടിങ്ങിലേക്ക് സുപ്രീം കോടതിയുടെ ശ്രദ്ധ ഇൻവൈറ്റ് ചെയ്യാണ്. എന്താണ് ആ ലെറ്ററിൻ്റെ ഹെഡിങ്? ന്യൂ ബോൺ ഇൻഫാൻറ്റ് ഓഫ് എൻഡോസൾഫാൻ അഫ്ലിക്റ്റഡ് ഫാമിലി ഡൈസ് അല്ലേ. എന്താണ് ന്യൂസിൽ പറയുന്നത്? എൻഡോസൾഫാനിന് അടിമപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി മരിച്ചു എന്നായിരുന്നു ന്യൂസിൻ്റെ തലക്കെട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാര. The child who died was born to Mamada and Narayan of Adur, Kaithod. The child who was premature died within hours of birth at Kasaragod General Hospital. He did not have eyes. The second son of the couple, 9-year-old Naveen, is included in the list of endosulfan victims. Their second son, Nagesh, 4 years, is also stricken. In her third delivery, Mamada gave birth to twins. However, both children died. A photograph of the corpse of the eyeless child is enclosed along this letter. Those eyes are not actually closed. They were gouged out by endosulfan. The photograph which records this is due to sole evidence that another victim has vanished from earth in Nanjambaram. Though forbidden to do so by the authorities of Kasaragod General Hospital, a journalist Shafi Tharuvat photographed the child when his body was being shifted from the mortuary. The child who died was born to Mamada and Narayan of Adur, Kaithod. മരിച്ച ആ കുട്ടിയുടെ മാതാപിതാക്കൾ മമത ആൻഡ് നാരായൺ ആണ് അദൂറിലെ കൈത്തോട് എന്ന സ്ഥലത്തുള്ള. The child who was premature died within hours of birth at Kasaragod General Hospital. ആ ഒരു കുട്ടി, the child was premature അല്ലേ, സമയം തികയാതെ അത് ജനിക്കുകയും ഡൈഡ് വിത്തിൻ ഹവേഴ്സ് മണിക്കൂറുകൾക്കുള്ളിൽ അത് മരിക്കുകയും ചെയ്തു കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും. ഹി ഡിഡ് നോട്ട് ഹാവ് ഐസ്, പക്ഷേ ആ കുട്ടിക്ക് കണ്ണുകളില്ലായിരുന്നു. ദ സെക്കൻഡ് സൺ ഓഫ് ദ കപ്പിൾ, 9-year-old നവീൻ, ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് എൻഡോസൾഫാൻ വിക്ടിംസ്. ദ സെക്കൻഡ് ചൈൽഡ് അല്ല, അവിടെ ഫസ്റ്റ് സൺ ആണ്. അവരുടെ ഫസ്റ്റ് കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ദ ഫസ്റ്റ് സൺ ഓഫ് ദ കപ്പിൾ, 9-year-old നവീൻ, ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് എൻഡോസൾഫാൻ വിക്ടിംസ്. അവരുടെ ആദ്യത്തെ കുട്ടിയും ഇതേ രീതിയിൽ എൻഡോസൾഫാൻ ഇരയായിട്ടുണ്ട്. ദിയർ സെക്കൻഡ് സൺ നാഗേഷ്, 4 years, ഈസ് ഓൾസോ സ്ട്രിക്കൻ. 4 വയസ്സായ നാഗേഷിനും ഈ ഒരു എൻഡോസൾഫാൻ്റെ ആ ഒരു ആഘാതം ഏറ്റിട്ടുണ്ട്. ഇൻ ഹർ തേർഡ് ഡെലിവറി, മമത ഗേവ് ബർത്ത് ടു 2 twins. രണ്ടാമത്തെ മകൻ 4 വയസ്സുള്ള രാകേഷും എൻഡോസൾഫാൻ്റെ ഇരയാണ്. മൂന്നാമത്തെ പ്രസവത്തിൽ മമതയ്ക്ക് ഇരട്ട കുട്ടികളായിരുന്നു, പക്ഷേ 2 കുട്ടികളും അതിൽ മരിച്ചുപോയി. 2 ഇരട്ട കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 2 പേരും എൻഡോസൾഫാൻ്റെ വിക്ടിംസ് ആയിരുന്നു. അവർ ആ ഒരു പ്രസവത്തിൽ തന്നെ മരിച്ചു. However, both children died. A photograph of the corpse of eyeless child is enclosed along with this letter. ഈ ഒരു ലെറ്ററിൻ്റെ കൂടെ കണ്ണില്ലാതെ ജനിച്ച ഒരു കുട്ടിയുടെ ചിത്രം ഈ ഒരു ലെറ്ററിൻ്റെ കൂടെ വെക്കുന്നു എന്ന് പറഞ്ഞ്, ഈ ലെറ്ററിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ ഒരു ലെറ്ററാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ലെറ്ററിൻ്റെ കൂടെ കണ്ണില്ലാതെ ജനിച്ച ഒരു കുട്ടിയുടെ ഫോട്ടോ എങ്ങനെയോ ഏതോ ഒരു നിമിഷത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്ന ഒരു തെളിവിന് വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോഗ്രാഫ്, ആ ഒരു ഐലെസ് കണ്ണില്ലാത്ത കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് ഈ ഒരു ലെറ്ററിൻ്റെ കൂടെ വെക്കുന്നു എന്നുകൂടി കത്ത് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ എഴുതുകയാണ്. ദോസ് ഐസ് ആർ നോട്ട് ആക്ച്വലി ക്ലോസ്ഡ്. ആ കണ്ണുകൾ യഥാർത്ഥത്തിൽ അടച്ചതല്ല. ദേ വർ ഗ്രൗജ്ഡ് ഔട്ട് ബൈ എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ ചുഴിഞ്ഞെടുത്തതാണ് ആ കണ്ണുകൾ. ദ ഫോട്ടോഗ്രാഫ് വിച്ച് റെക്കോർഡ്സ് ദിസ് ഈസ് ദ സോൾ എവിഡൻസ് ദാറ്റ് അനദർ വിക്ടിം ഹാസ് വാനിഷ്ഡ് ഫ്രം എർത്ത് ഇൻ ദ നെഞ്ചംപറമ്പ്.
ഈ ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ് ദ ഫോട്ടോഗ്രാഫ് വിച്ച് റെക്കോർഡ്സ് ദിസ് ഈസ് ദ സോൾ എവിഡൻസ്. ഈ ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ് തെളിവ് ദാറ്റ് അനദർ വിക്ടിം ഹാസ് വാനിഷ്ഡ് ഫ്രം ദ എർത്ത് ഇൻ ദ നെഞ്ചംപറമ്പ്. നെഞ്ചംപറമ്പിൽ നിന്നും ഇങ്ങനെയൊരു കുട്ടി കൂടി എൻഡോസൾഫാൻ്റെ ഇരയായിട്ട് മൺമറഞ്ഞു പോയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് ഈ ഒരു ഫോട്ടോ മാത്രമാണ്. ദോ ഫോർബിഡൻ ടു ഡു സോ ബൈ ദ അതോറിറ്റീസ് ഓഫ് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റൽ. കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നത് വിലക്കപ്പെട്ടിരുന്നു എങ്കിലും, ഫോർബിഡൻ മീൻസ് റെസ്ട്രിക്റ്റഡ്, ആ ഒരു ഫോട്ടോ എടുക്കുന്നത് വിലക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും എ ജേർണലിസ്റ്റ് ഷാഫി തരുവത്ത് ഫോട്ടോഗ്രാഫ്ഡ് ദ ചൈൽഡ് വെൻ ഹിസ് ബോഡി വാസ് ബീങ് ഷിഫ്റ്റഡ് ഫ്രം ദ മോർച്ചറി. ഒരു ജേർണലിസ്റ്റായ ഒരു റിപ്പോർട്ടറായ ഷാഫി തരുവത്ത് എന്നൊരാൾ അത് ഫോട്ടോ എടുത്തതാണ്. ഏത് സമയത്ത്? ആ ഒരു മൃതദേഹം ബോഡി മോർച്ചറിയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്തത് കൊണ്ട് ഇന്ന് ഇതിനൊരു തെളിവായിട്ട് ഈ ഒരു ലെറ്ററിൻ്റെ കൂടെ വെക്കുന്നു എന്നാണ് ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. Now let's move to the next paragraph. When his body was being shifted from the mortuary, we express our gratitude to him. This infant is yet to find a place in the government list of people dead due to endosulfan. The dead twins delivered by the same mother 2 years ago also have not found a place in the list. Naveen, who managed to survive, is crippled in both legs. He is blind too. The pension of Rs 2000 that Naveen gets every month in the only evidence that the family has been victimized by endosulfan. The government has washed its hands of his family, leaving all the rest to the account book of death that the mother laments. The government took away the eyes of my child. They inflated his head and enlarged his neck with poison. The skin on his body has been peeled away by endosulfan poison. I will bear no more children. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷാഫി തരുവത്ത് മോർച്ചറിയിൽ നിന്നും ആ കുട്ടിയുടെ മൃതദേഹം മാറ്റുന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോ മാത്രമാണ് ആ ഒരു കുട്ടി ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയി എന്നുള്ളതിനൊരു തെളിവ്. വി എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിം. നമ്മൾ ആ ഷാഫി തരുവത്തിനോട് നമ്മുടെ നന്ദി കാണിക്കേണ്ടിയിരിക്കുന്നു. ദിസ് ഇൻഫാൻറ്റ് ഈസ് യെറ്റ് ടു ഫൈൻഡ് എ പ്ലേസ് ഇൻ ദ ഗവൺമെൻറ് ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഡെഡ് ഡ്യൂ ടു എൻഡോസൾഫാൻ. ദിസ് ഇൻഫാൻറ്റ് ഈസ് യെറ്റ് ടു ഫൈൻഡ്. ഈ ഒരു കുട്ടി യെറ്റ് ടു ഫൈൻഡ് എ പ്ലേസ്, ഇതുവരെ ഒരു പ്ലേസ് ഉണ്ടാക്കിയിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ. പീപ്പിൾ ഹൂ ഡെഡ് ഡ്യൂ ടു എൻഡോസൾഫാൻ ഇരയായ ആളുകളുടെ ലിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ ഈ കുട്ടിയുടെ പേര് ഉൾപ്പെട്ടിട്ടേ ഇല്ല. ദ ഡെഡ് ട്വിൻസ് ഡെലിവേർഡ് ബൈ ദ സെയിം മദർ 2 years ago ഓൾസോ ഹാവ് നോട്ട് ഫൗണ്ട് എ പ്ലേസ് ഇൻ ദ ലിസ്റ്റ്. ഈ അമ്മയുടെ 2 ട്വിൻസ് മരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മക്കളുടെ പേരും എൻഡോസൾഫാൻ ഇരയായവരുടെ ലിസ്റ്റിൽ, ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ അവരുടെ പേരും പെട്ടിട്ടില്ല. നവീൻ ഹു മാനേജ് ടു സർവൈവ് ഈസ് ക്രിപ്പിൾഡ് ഇൻ ബോത്ത് ലെഗ്സ്. അല്ലേ, നവീൻ്റെ പേര് കാരണം വൈകല്യം, ക്രിപ്പിൾഡ് ലെഗ്സ് പറഞ്ഞാൽ നൈവന്യം. നവീന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2000 രൂപ ഗവൺമെൻറ് പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വൈകല്യം ഉള്ളതുകൊണ്ട്, ക്രിപ്പിൾഡ് ലെഗ് ആയതുകൊണ്ട്. അവന് കണ്ണും കാണില്ല. ഹീസ് ബ്ലൈൻഡ് ടു. നവീൻ ഹു മാനേജ് ടു സർവൈവ് ഈസ് ക്രിപ്പിൾഡ് ഇൻ ബോത്ത് ലെഗ്സ്. അവന് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ജീവിക്കാൻ വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹീസ് ബ്ലൈൻഡ് ടു. അവൻ എന്താണ്, ബ്ലൈൻഡും കൂടിയാണ്. ദ പെൻഷൻ ഓഫ് Rs 2000 that Naveen gets every month is the only evidence that the family has been victimized by endosulfan. ആ നവീന് കിട്ടുന്ന ഒരു 2000 രൂപ മാത്രമാണ് ആ ഒരു കുടുംബം എൻഡോസൾഫാൻ ഇരയായിട്ടുണ്ട് എന്ന തെളിവിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു തെളിവ് ആ ഒരു 2000 രൂപ നവീന് കൊടുക്കുന്നത് മാത്രമാണ്. The government has washed its hands of this family. ഗവൺമെൻറ് ഈ ഒരു കുടുംബത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നേ ഇല്ല. ലീവിങ് ഓൾ ദ റെസ്റ്റ് ടു ദ അക്കൗണ്ട് ബുക്ക് ഓഫ് ദ ഡെത്ത് ദാറ്റ് മദർ ലാമൻസ്. അതുകൊണ്ട് ആ അമ്മ വിലപിക്കുകയാണ്. ദ ഗവൺമെൻറ് ടുക്ക് അവേ ദ ഐസ് ഓഫ് മൈ ചൈൽഡ്. ഗവൺമെൻറ്റാണ് എൻ്റെ കുട്ടിയുടെ കണ്ണുകൾ ചുഴിഞ്ഞെടുത്തത്. ദേ ഇൻഫ്ലേറ്റഡ് ഹിസ് ഹെഡ് ആൻഡ് എൻലാർജ്ഡ് ഹിസ് നെക്ക് വിത്ത് പോയ്സൺ. ഇൻഫ്ലേറ്റഡ് ഹിസ് ഹെഡ്. അപ്പോൾ ആ ഒരു അമ്മ പറയാണ്, ഗവൺമെൻറ്റാണ് എൻ്റെ കുട്ടിയുടെ കണ്ണ് ചൂഴ്ന്നെടുത്തത്. അവരാണ്, ഗവൺമെൻറ്, സർക്കാരാണ് എൻ്റെ കുട്ടിയുടെ തല വീർപ്പിച്ചതും. ഇൻഫ്ലേറ്റഡ് മീൻസ് വീർപ്പിച്ചത്. ഹിസ് ഹെഡ് ആൻഡ് എൻലാർജ്ഡ് ഹിസ് നെക്ക് വിത്ത് പോയ്സൺ. എൻ്റെ കുട്ടിയുടെ
കഴുത്ത് നെക്ക് വലുതാക്കി പോയ്സൺ കൊണ്ട് ആ കുട്ടിയുടെ കഴുത്ത് വലുതാക്കിയതും ഗവൺമെൻറ്റാണ്. ദ സ്കിൻ ഓൺ ഹിസ് ബോഡി ഹാസ് ബീൻ പീൽഡ് അവേ ബൈ എൻഡോസൾഫാൻ പോയ്സൺ. അവൻ്റെ ശരീരത്തിലെ തൊലി മുഴുവൻ എൻഡോസൾഫാൻ്റെ വിഷം കാരണം ഉരിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഐ വിൽ ബിയർ നോ മോർ ചിൽഡ്രൻ. എനിക്കിനി കുട്ടികളെ വേണ്ട. ഐ വിൽ ബിയർ നോ മോർ ചിൽഡ്രൻ. എനിക്കിനി ആ കുട്ടികൾ എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്ന് ആ അമ്മ പറഞ്ഞ് വിലപിക്കുകയാണ്. കാരണം ഗവൺമെൻറ് ഒരു മെഷറും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എടുത്തിട്ടില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹില്ലി ഏരിയയിൽ മാർജിനലൈസ്ഡ് പീപ്പിളിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. കാരണം അവർക്ക് സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവർക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയാണ് എന്ത് ചെയ്തത്, എൻഡോസൾഫാൻ്റെ ആ ഒരു സ്പ്രേയിങ്ങും അവിടെയാണ് ആ ഒരു സംഭവം അവർ നടത്തിക്കൊണ്ടിരുന്നത്. അധികമായിട്ട് അവരുടെ ഏരിയയിലാണ് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അവർ മാർജിനലൈസ് ചെയ്യപ്പെട്ടവരാണ് എന്നുള്ള ഒരു നമ്മൾ ഇൻട്രൊഡക്ഷനിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പവറുള്ളവരെന്ത് ചെയ്യും, എസ്കേപ്ഡ് ഫ്രം എവരി ഹ്യൂമൻ ഗെയിം അല്ലേ, ഓർക്കുന്നുണ്ടോ? പവറുള്ളവരെന്ത് ചെയ്യും, പവറുള്ളവർക്ക് എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ടാവും അല്ലേ. പവർഫുൾ ആർ എസ്കേപ്ഡ് ഫ്രം എവരി ഹ്യൂമൻ ഗെയിം. എല്ലാ ഇൻഹ്യൂമൻ ഗെയിമിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? പവറുള്ളവർക്ക്, പൈസ ഉള്ളവർക്ക്, സമൂഹത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവർ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകും. പാവങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും, സപ്രസ് ചെയ്തിട്ടേ ജീവിക്കാൻ കഴിയുള്ളൂ. അവരെപ്പോഴും സമൂഹത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും. അവർക്കും വേണം ജീവിതത്തിൽ ഒരു സ്ഥാനം എന്നുള്ളതാണ് ഈ ഒരു കത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. This statement is echoed by all the mothers of Nenjambaram. As soon as they conceive, these mothers, consumed by fear and anxiety, approach black magicians, jinns, and finally doctors. This is all they want to know. Will my baby have a swollen head? Today, they do not fear abortions. On the contrary, they fear conception. Since the MTP Act is in force, this legal benefit is a great relief to these mothers. Which mother would like to deliver a limbless torso in place of a baby? May we first of all inform the Supreme Court that many such mothers lament their fates in Kaithod Valley of Nenjambaram. Now let's explain. This statement is echoed by all the mothers of Nenjambaram. നെഞ്ചമ്പറമ്പിലെ എല്ലാ അമ്മമാരുടെയും അലമുറയിട്ട കരച്ചിലാണ് ഈ ഒരു ലെറ്ററിൽ പ്രതിധ്വനിക്കുന്നത്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്കോഡ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ലെറ്റർ എക്കോ ചെയ്യുന്നത്, ഈ ഒരു ലെറ്ററിൽ പ്രതിധ്വനിക്കുന്നത് ഈ ഒരു അമ്മമാരുടെ അലമുറയിട്ട കരച്ചിലുകളാണ്. ആസ് സൂൺ ആസ് ദേ കൺസീവ് മീൻസ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. അമ്മമാർ ഗർഭം ധരിക്കുമ്പോൾ തന്നെ ദീസ് മദേഴ്സ് കൺസ്യൂംഡ് ബൈ ഫിയർ ആൻഡ് ആൻസൈറ്റി. അവർക്കെന്താണ്, പേടിയും ജിജ്ഞാസയുമാണ്. എൻ്റെ മക്കൾ എന്താകും, കണ്ണുണ്ടാകുമോ, അവർക്ക് തല വീർത്തിരിക്കുമോ, കഴുത്തുകൾ നീണ്ടതാകുമോ, കാലുണ്ടാകുമോ, രണ്ട് കണ്ണുകളും ചുഴുന്ന പോലെയാകുമോ അവരുടെ അവസ്ഥ എന്നൊരു ആൻസൈറ്റിയും ഫിയറുമാണ് ആ അമ്മമാർക്ക്. അപ്രോച്ച് ബ്ലാക്ക് മജീഷ്യൻസ്, ജിൻസ് ആൻഡ് ഫൈനലി ഡോക്ടേഴ്സ്. അങ്ങനെ ഇവർ പ്രഗ്നൻ്റ് ആയ മുതൽ തന്നെ ബ്ലാക്ക് മജീഷ്യൻ്റെ അടുത്ത് പോകും, ജിന്നുകളുടെ അടുത്ത് പോകും, ഫൈനലി ഡോക്ടേഴ്സ്, പിന്നെ ഡോക്ടർമാരുടെ അടുത്തും പോകും, മന്ത്രവാദികളുടെ അടുത്തും മജീഷ്യൻസിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പോയി നോക്കും ഇവർ. ദിസ് ഈസ് ഓൾ ദേ വാണ്ട് ടു നോ. ഒരു കാര്യമേ അവർക്ക് അറിയേണ്ടതുള്ളൂ. വിൽ മൈ ബേബി ഹാവ് എ സൊള്ളൻ ഹെഡ്? എനിക്കുണ്ടാവുന്ന കുട്ടിക്ക് ഒരു വീർത്ത തലയായിരിക്കുമോ? ടുഡേ ദേ ഡു നോട്ട് ഫിയർ അബോർഷൻ. ഇന്നവർക്ക് അബോർഷൻ ഒരു പേടിയുമില്ല. ഓൺ ദ കോൺട്രറി ദേ ഫിയർ കൺസെപ്ഷൻ. അവർക്ക് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. കൺസെപ്ഷൻ മീൻസ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. അവർക്ക് ഒരു പേടിയുള്ളൂ. അബോർഷനെ പേടിക്കേണ്ട സ്ഥാനത്ത് അവർക്ക് എന്തിനെ ഇന്ന് പേടിയുള്ളൂ? ഗർഭം ധരിക്കുന്നതാണ് അവർക്ക് പേടി. സിൻസ് ദ MTP Act is in force. MTP means medical termination of pregnancy ആണ്. ആ ഒരു ആക്റ്റാണ്.
ആ ഒരു ആക്ട് വന്നതോടുകൂടി ദ ലീഗൽ ബെനിഫിറ്റ് ഈസ് ദ ഗ്രേറ്റ് റിലീഫ് ടു ദീസ് മദേഴ്സ്. ഇത് അമ്മമാർക്ക് വലിയ ആശ്വാസമായി. വിച്ച് മദർ വുഡ് ലൈക്ക് ടു ഡെലിവർ എ ലിംബ്ലെസ് ടോർസോ ഇൻ ദ പ്ലേസ് ഓഫ് എ ബേബി. ഏത് അമ്മയാണ് ഒരു കാലില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുക? ഏത് അമ്മയാണ് അങ്ങനെ ഒരു കുഞ്ഞിനെ ഡെലിവർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഏത് അമ്മയാണ്? മേ വി ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫോം ദ സുപ്രീം കോർട്ട് ദാറ്റ് മെനി സച്ച് മദേഴ്സ് lament their fates in കൈത്തോട് വാലി ഓഫ് നെഞ്ചമ്പറമ്പ്. സുപ്രീം കോർട്ടിൻ്റെ മുന്നിൽ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെയുള്ള അമ്മമാരുടെ ഒരു ലാമൻറ്റേഷൻ, ഒരു വിലാപം, അവരുടെ വിധി കൈത്തോട് വാലിയിലെ നെഞ്ചമ്പറമ്പിലുള്ള കുറച്ച് അമ്മമാരുടെ ഒരു ലാമൻറ്റേഷൻ ഞങ്ങൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ വെക്കുന്നു അല്ലേ. സുപ്രീം കോടതിയുടെ ശ്രദ്ധ ഈ അമ്മമാരിലേക്ക് ക്ഷണിക്കുന്നു. Now let's move to the next paragraph. Endosulfan spraying was stopped in 2000. In spite of this, why it is that the village lying below Nenjambaram in Karadukka Panchayat, malformed children continue to be born even after 10 years. Had our health department been vigilant, the medical history of this family with multiple deaths and diseases could have been the subject of at least a case study. Such a study would have imparted scientific knowledge about the cause of death by poisoning in this area. എൻഡോസൾഫാൻ സ്പ്രേയിങ് വാസ് സ്റ്റോപ്പ്ഡ് ഇൻ 2000. എൻഡോസൾഫാൻ്റെ സ്പ്രേയിങ് 2000 നിർത്തലാക്കിയതാണ് അല്ലേ. ഇൻസ്പൈറ്റ് ഓഫ് ദിസ്, എന്നിട്ടും എന്താണ്? വൈ ഇറ്റ് ഈസ് ദാറ്റ് ദ വില്ലേജ് ലൈങ് ബിലോ ദ നെഞ്ചമ്പറമ്പ് ഇൻ കാരഡുക്ക പഞ്ചായത്ത്. എന്തുകൊണ്ടാണ് നെഞ്ചമ്പറമ്പിന് താഴെയുള്ള കാരഡുക്ക വില്ലേജിൽ മാൽഫോംഡ് ചിൽഡ്രൻ കണ്ടിന്യൂ ടു ബി ബോൺ ഈവൻ ആഫ്റ്റർ 10 years, 10 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മാൽഫോംഡ് അല്ലേ, അബ്നോർമാലിറ്റീസ് ഉള്ള കുട്ടികൾ എന്തുകൊണ്ടാണ് വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നത്? ഹാഡ് അവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ബീൻ വിജിലൻറ്റ്, നമ്മളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി കെയർഫുൾ ആയിരുന്നെങ്കിൽ, വിജിലൻ്റ് ആയിരുന്നെങ്കിൽ, സൂക്ഷ്മത പുലർത്തിയിരുന്നെങ്കിൽ, ദ മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദിസ് ഫാമിലി വിത്ത് മൾട്ടിപ്പിൾ ഡെത്ത്സ് ആൻഡ് ഡിസീസസ് കുഡ് ഹാവ് ബീൻ ദ സബ്ജക്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് എ കേസ് സ്റ്റഡി. ഇങ്ങനെയുള്ള മരണത്തെക്കുറിച്ചൊരു കേസ് സ്റ്റഡി നടത്തിയിരുന്നെങ്കിൽ അല്ലേ, ഈ ഒരു മൾട്ടിപ്പിൾ ഡെത്തും ഇങ്ങനെയുള്ള രോഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒരു കേസ് സ്റ്റഡി നടത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഗവൺമെൻറ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി എന്ത് ചെയ്യാമായിരുന്നു, നടത്താമായിരുന്നു. കുറെ കൂടി ആരോഗ്യവകുപ്പ് കുറച്ചുകൂടി ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കുടുംബത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയെ പറ്റി ഒരു കേസ് സ്റ്റഡി നടത്താമായിരുന്നു. ഓക്കെ. Such a study would have imparted scientific knowledge about the cause of the death by poisoning in this area. ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി നടത്തിയിരുന്നെങ്കിൽ such a study would have imparted scientific knowledge. ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിരുന്നെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വിവരം കിട്ടുമായിരുന്നു. About the cause of the death by poisoning in this area. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് 10 വർഷം എൻഡോസൾഫാൻ്റെ ഒരു സ്പ്രേയിങ് നിർത്തി 10 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവിടെ ഉള്ള ആളുകൾ ഇങ്ങനെ അബ്നോർമലായിട്ട് ജനിക്കുന്നു? എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെ ആകുന്നു? എന്തുകൊണ്ട് ആളുകൾക്ക് രോഗമുണ്ടാകുന്നു? ഈ ഒരു ഭാഗം പോയ്സണസ് ആയി കിടക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനൊരു ആൻസർ കിട്ടുമായിരുന്നു നമ്മൾ ഇങ്ങനെയുള്ള ഒരു കേസ് സ്റ്റഡി നടത്തിയിരുന്നെങ്കിൽ. In spite of there being a separate ward in Kasaragod General Hospital for endosulfan victims, the abnormality of such deaths as have never been studied. In an issue where the complicity of the government is proven beyond doubt, the criminal negligence of the health ministry causes the children of an entire area to be born without organs and limbs. It is our apprehension about this that we wish to place before the seat of justice. In spite of there being a separate ward in the Kasaragod General Hospital for endosulfan victims,
കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ എൻഡോസൾഫാൻ ബാധിച്ചവർക്കായി ഒരു പ്രത്യേക വാർഡ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത്തരം മരണങ്ങളുടെ അസാധാരണത്തെപ്പറ്റി ഗവൺമെൻറ് ഒരിക്കലും ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരിക്കലും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ സ്റ്റഡി നടത്തുകയോ ചെയ്തിട്ടില്ല. ഇൻസ്പൈറ്റ് ഓഫ് ദ ബീങ് എ സെപ്പറേറ്റ് വാർഡ് ഇൻ ദ ജനറൽ ഹോസ്പിറ്റൽ, ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എൻഡോസൾഫാനിൻ്റെ ഇരകൾക്ക് ഒരു വാർഡ് തന്നെയുണ്ട്. ദ അബ്നോർമാലിറ്റി ഓഫ് സച്ച് ഡെത്ത്, അവിടെയുള്ള മരണത്തെക്കുറിച്ച് ഒരിക്കലും ഒരു പഠനവും അവർ നടത്തിയിട്ടില്ല. ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ വേർ ദ കോംപ്ലിസിറ്റി ഓഫ് ദ ഗവൺമെൻറ് ഈസ് പ്രൂവൺ ബിയോണ്ട് ഡൗട്ട്, ഇതിൽ ഗവൺമെൻറ്റിനും പങ്കുണ്ട് എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം അല്ലേ. ദ ക്രിമിനൽ നെഗ്ലിജൻസ് ഓഫ് ദ ഹെൽത്ത് മിനിസ്റ്ററി കോസസ് ദ ചിൽഡ്രൻ ഓഫ് ആൻ എൻറ്റയർ ഏരിയ ടു ബി ബോൺ വിത്തൗട്ട് ഓർഗാൻസ് ആൻഡ് ലിംസ്, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഇതിന് പൂർണ്ണമായിട്ടും ഉത്തരവാദികളാണ്. ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ കുട്ടികൾ ഓർഗാൻസ് ഇല്ലാതെയും കാലില്ലാതെയും കൈയില്ലാതെയും കണ്ണുകൾ ചൂഴ്ന്നപ്പെട്ട രീതിയിലും കഴുത്ത് വീർത്ത രീതിയിലും അല്ലെങ്കിൽ കഴുത്ത് എൻലാർജ് ചെയ്ത രീതിയിലൊക്കെ കാണാൻ കാരണം നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററിയും ഗവൺമെൻറ്റിനും ഇതിൽ നല്ലൊരു പങ്കുണ്ട് എന്നതും കൂടി ഞങ്ങൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ അറിയിക്കുന്നു. ഇറ്റ് ഈസ് അവർ അപ്രിഹെൻഷൻ അബൌട്ട് ദിസ് വാട്ട് വി വിഷ് ടു പ്ലേസ് ബിഫോർ ദ സീറ്റ് ഓഫ് ജസ്റ്റിസ് അല്ലേ. പറയാൻ ഇറ്റ് ഈസ് അവർ അപ്രിഹെൻഷൻ, ഇത് പൊതുജനാഭിപ്രായമാണ്. എബൌട്ട് ദിസ് ദാറ്റ് വി വിഷ് ടു പ്ലേസ്, ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കോടതിയുടെ മുന്നിൽ സുപ്രീം കോടതിയുടെ മുന്നിൽ വെക്കാൻ. ബിഫോർ ദ സീറ്റ് ഓഫ് ജസ്റ്റിസ്, എന്തിന്, നിയമത്തിൻ്റെ മുന്നിൽ ഈ ഒരു സംഭവം ഞങ്ങൾ അവതരിപ്പിച്ചു കൊള്ളുന്നു. ഈ ഒരു ലെറ്ററിലൂടെ ഞങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ ഈ ഒരു സംഭവം അവതരിപ്പിക്കുന്നു. ഓക്കെ, നൗ ലെറ്റ് us stop. We will meet again the next class. Thank you.